ഹലോ മക്കളെ, ശ്രീഭാമ മിസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് സ്കൂളിലോട്ട് തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലേ. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാവുമെന്നറിയാം. അപ്പോൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ഇച്ചിരി സഹായം മിസ്സും കൂടെ തന്നാലോ. എന്തൊക്കെയാണ് പുതിയ സ്കൂളിൽ പോകുമ്പോഴുള്ള പരിപാടികൾ? അപ്പോൾ നിങ്ങൾക്ക് ചിലർ പുതിയ സ്കൂളിലോട്ടായിരിക്കും, LP നിന്ന് UP മാറുന്ന ഒരു സമയമായതുകൊണ്ട് 5ാം ക്ലാസ്സിലോട്ട് പോകുന്ന മക്കളൊക്കെ ആണെങ്കിൽ പുതിയ സ്കൂൾ സെലക്ട് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും. അല്ല 4ാം ക്ലാസ് പഠിക്കുന്ന മക്കളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള LSSും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെക്കുക. ബാഗിനകത്ത് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക. മുമ്പത്തെ വർഷം അവിടെ ഇട്ടിട്ട് പോയതായിരിക്കും, 2 മാസമായിട്ട് തൊടാത്ത ബാഗായിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റ് ആക്കിയിരിക്കുക. പിന്നെ ടിഫിൻ ബോക്സും കാര്യങ്ങളും റെഡിയാക്കുക. അതേപോലെ തന്നെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. പുതിയതാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ പഴയതാണെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലീൻ അല്ലാന്നുണ്ടെങ്കിൽ ബാക്ടീരിയാസും ഇൻഫെക്ഷൻസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ സെറ്റ് ആക്കി റെഡിയാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ സ്റ്റഡി റൂമൊക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. കാരണം പുതിയൊരു അക്കാഡമിക്കിന് സ്റ്റാർട്ട് ചെയ്യാൻ പോലെയാണ് മക്കളെ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ നല്ല വൃത്തിക്ക് അടുക്കി വെക്കുക. അപ്പം നിങ്ങൾ പുതിയ ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് എന്താ പറയുക പൊതിയൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓരോരോ സെക്ഷൻ ആക്കിയിട്ട് വെക്കുക. എല്ലാം ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് വെച്ചാലാണ് പുതിയൊരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്കൂളിലൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് വേറെ ഒന്നിൽ എഴുതി വെക്കാം. നിങ്ങളുടേതായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സാറ്റർഡേ സൺഡേ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി നിങ്ങൾ വെക്കുക. ഇതൊക്കെ ചെയ്തിട്ട് മിടുക്കറായിട്ടൊന്ന് പോയി നോക്കി ഈ വർഷം നമുക്ക് അടിപൊളിയാക്കാം.